വിദ്യാഭാരതിയുടെ 4 ദിവസത്തെ അഖില ഭാരതീയ ബൈഠക്കിന് പാറശാല ഭാരതീയ വിദ്യാപീഠം സ്കൂളിൽ തുടക്കമായി. രാഷ്ട്രീയ സ്വയംസേവക സംഘം സഹസ് സർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണ ഗോപാൽ ഉദ്ഘാടന സന്ദേശം നൽകി. വിദ്യാഭാരതി സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതിൻ്റെ പുരോഗതി, ഭാവി പദ്ധതികൾ എന്നിവയെല്ലാം 4 ദിവസത്തെ ബൈഠക്കിൽ ചർച്ചയാകും. തിരുവനന്തപുരം പാറശാല ഭാരതീയ വിദ്യാപീഠം സ്കൂളിൽ നടക്കുന്ന അഖില ഭാരതീയ ബൈഠക്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 75 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം സഹസർക്കാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാൽ ഉദ്ഘാടന സന്ദേശം നൽകി. अपने इस राष्ट्र को, पवित्र राष्ट्र को, सम्माननीय राष्ट्र को परम वैभवशाली बनाने के लिए हम काम कर रहे हैं. विधाया से धर्म से संरक्षण, धर्म का संरक्षण करते हुए काम कर रहे हैं. चतुराई से, चालाकी से न करते हुए धर्म का संरक्षण करते हुए परम वैभवशाली देश बने, इसके लिए अपना काम करना है. ये हमारी प्रार्थना में है. तो दोनों में अंतर नहीं है, दोनों समानार्थी है. വിദ്യാഭാരതിയുടെ കീഴിൽ രാഷ്ട്രമെമ്പാടുമുള്ള 10,000-കണക്കിന് സ്കൂളുകളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിരുന്നു. ഇതിന്റെ പുരോഗതി, ഭാവി പദ്ധതികൾ എന്നിവയ്ക്കൊപ്പം ഗുണമേന്മ വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ബൈഠക്കിൽ ചർച്ചയാകും. വിദ്യാഭാരതി ദേശീയ സംഘടനാ സെക്രട്ടറി ഗോവിന്ദ് ചന്ദ്ര മോഹന്ത, വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാമകൃഷ്ണ റാവു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം പുരോഗമിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ടോടെ ബൈഠക്കിന് സമാപനമാകും. ജനം, തിരുവനന്തപുരം.